ഇതിൽ ഡ്രാമ, കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാൻ ഇന്ത്യൻ കോൺഫ്ലിക്റ്റ്, ആർമി കോൺഫ്ലിക്റ്റ്, കുറേ തരത്തിലുള്ള ലോക്കൽ ഇഷ്യൂസ്, ഗാങ്സ്റ്റർ, മിലിറ്ററി, വാർ, കുറേ കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ അവരിങ്ങനെ ഒരു എപ്പിസോഡായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലന്റ് എപ്പിസോഡുകൾ. ചില വയലൻസ് കുറച്ച് എക്സസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് വയലൻസ് വയലൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ച ചില സീൻസുകൾ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ രൺവീർ സിംഗ് ആണ് ശരിക്കും പടത്തിൽ എന്താ പറയുക ത്രൂ ഔട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. രൺവീർ സിംഗിന്റെ കഥയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളായിട്ടാണ് മറ്റുള്ളവർ വരുന്നത്. രൺവീർ സിംഗ് ആസ് എ ലീഡിങ് റോൾ സ്പ്ലെൻഡിഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം തീരുന്നത് നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് ഇനി വേണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അവർ അവസാനിപ്പിക്കുന്ന നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്തും. പക്ഷെ അവർ വീണ്ടും ഒരു മുമ്പ് ഇങ്ങനത്തെ പടങ്ങൾ ഇങ്ങനത്തെ ഒരു ഇമീഡിയറ്റ് സ്വീക്വൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് മെട്രിക്സ് പണ്ട് എങ്ങനെ വന്നിട്ടുണ്ട്, ഒരു കൊല്ലത്തിൽ 2 പാർട്ട്. ഇത് ഇമീഡിയറ്റ്ലി സ്വീക്വൽ അവർ അനൗൺസ് ചെയ്തു. നെക്സ്റ്റ് മാർച്ച് 2026 ഇതിന് സ്വീക്വൽ വരികയാണ്. സ്വീക്വലിന്റെ ഒരു ചെറിയ ടീസർ കാണിച്ചിട്ടാണ് അവർ നിർത്തുന്നത്. അതും വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. മോർ വയലൻസ്, മോർ ഡ്രാമ, മോർ കോൺഫ്ലിക്റ്റ്. അപ്പൊ നല്ലൊരു ഡിഫറെന്റ് സ്പൈ ആക്ഷൻ, ഡീപ്പ് റൂട്ടഡ്, റിയലിസ്റ്റിക്, വയലന്റ്, ഫുള്ള് പെർഫോമൻസ് വൈസ് ആയിട്ടുള്ള ഒരു സ്പൈ ആക്ഷൻ മൂവി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദുരന്തർ നിങ്ങൾ പോയി കാണണം.